മക്കളെ നമ്മള് ഏത് ചാപ്റ്ററാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇസ് മാറ്റർ അറൗണ്ട് അസ് പ്യുവർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് ഇതുവരെ? മാറ്ററിന്റെ ക്ലാസിഫിക്കേഷനിൽ തുടങ്ങി പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചർ ആയിട്ട് മാറ്ററിനെ ക്ലാസിഫൈ ചെയ്തു. സൊല്യൂഷൻസും സസ്പെൻഷൻസും കൊളോയിഡ്സും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മള് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻസിലേക്ക് അല്ലേ വന്നത്. ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? അതിനകത്ത് ക്രൊമാറ്റോഗ്രാഫി പഠിച്ചു, സബ്ലിമേഷൻ ടെക്നിക് പഠിച്ചു അല്ലെ, പിന്നെയോ ഫിൽട്രേഷൻ പറഞ്ഞു, ഇവാപ്പറേഷൻ പറഞ്ഞു. അങ്ങനെ നമ്മള് കുറച്ച് ടെക്നിക്സ് ഒക്കെ പഠിച്ചു അല്ലെ. പുതുതായിട്ട് ക്രൊമാറ്റോഗ്രാഫി ഒക്കെ പഠിച്ചു അല്ലെ. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഹൗ ക്യാൻ വി സെപ്പറേറ്റ് എ മിക്സ്ചർ ഓഫ് ടു മിസിബിൾ ലിക്വിഡ്സ്? രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ നമ്മൾ എങ്ങനെയായിരുന്നു സെപ്പറേറ്റ് ചെയ്തിരുന്നത്? സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചിട്ടാണ് അല്ലെ സെപ്പറേറ്റ് ചെയ്തത്. സെപ്പറേറ്റിംഗ് ഫണൽ അല്ലെ, സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്തു. ഇനി നമ്മള് മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? രണ്ട് സാധനം കൂടി കലർന്നു പോയിരിക്കുക. അപ്പൊ മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? ഓക്കെ, അതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം സെപ്പറേഷൻ ഓഫ് അസറ്റോണും വാട്ടറും ഫ്രം ദെയർ മിക്സ്ചർ. അസറ്റോണിനെയും വാട്ടറിനെയും എങ്ങനെ അവരുടെ മിക്സ്ചറിന് സെപ്പറേറ്റ് ചെയ്യും? ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡെസ്റ്റിലേഷൻ. സോ നമ്മൾ ഈ മെത്തേഡ് എന്താ? ഡെസ്റ്റിലേഷൻ വഴിയാണ് നമ്മൾ അസറ്റോണിന്റെയും വാട്ടറിനെയും അല്ലെങ്കിൽ മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഡിസ്റ്റിലേഷൻ. ഓക്കെ, ഡിസ്റ്റിലേഷൻ വഴിയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ടെക്നിക്ക് എന്താ? സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു അപ്പാരറ്റസ് എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഇതിനകത്തുള്ള മെത്തേഡ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ടേക്ക് ദ മിക്സ്ചർ ഇൻ എ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക്. നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട സാധനത്തിന് നമ്മളൊരു ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിൽ എടുക്കാം. ഓക്കെ, നമ്മൾ അതിന്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഫോട്ടോ ഉണ്ട്, ക്ലിയർ അല്ലേടാ? ഇമേജ് വിസിബിൾ അല്ലേ? സോ നമുക്ക് ഈ ഒരു ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട സാധനത്തിന് എടുക്കുക. ദാറ്റ് ഈസ് മിക്സ്ചർ ഓഫ് അസറ്റോൺ ആൻഡ് വാട്ടർ. നമ്മള് ഈ റൗണ്ട് ബോട്ടം താഴെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് അല്ലേ ഇരിക്കുന്ന ഈ ഒരു ഫ്ലാസ്കില് മിക്സ്ചർ ഓഫ് അസറ്റോണും വാട്ടറും എടുക്കുന്നുണ്ട് നമ്മൾ. ഓക്കെ, താഴെ വന്നത് ഒരു സ്റ്റാൻഡിലാണ് വെച്ചേക്കുന്നത്. ഇവിടെ തീ കൊടുക്കാനുള്ള എന്താ വെച്ചാൽ ഹീറ്റ് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പും കൂടെ ഉണ്ട്. ഓക്കെ, ഒരു സ്റ്റാൻഡിൽ ഇതിനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇതിനൊരു സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ ഇതിനകത്ത് ഈ ഫ്ലാസ്കിന്റെ അകത്ത് നമ്മൾ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിനകത്ത് നമ്മൾ മിക്സ്ചർ ഓഫ് അസറ്റോണും വാട്ടറും എടുത്തു. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടേക്സ് ദ മിക്സ്ചർ ഇൻ എ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക്, ഫിറ്റ് ഇൻ വിത്ത് എ തെർമോമീറ്റർ. തെർമോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? തെർമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് എന്നല്ലേ അർത്ഥം. തെർമോമീറ്റർ എന്താ? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മള് ഒരു തെർമോമീറ്റർ ഫിറ്റ് ഇൻ വിത്ത് എ തെർമോമീറ്റർ. ഇവിടെ നമ്മളൊരു തെർമോമീറ്റർ പ്ലേസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യണം അല്ലെ. താഴെ നമ്മൾ ഹീറ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അല്ലെ, ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു തെർമോമീറ്റർ ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു തെർമോമീറ്റർ വെക്കണം. ഇതിനകത്ത് കണ്ടൻസ് ഇതിനകത്ത് എടുക്കണം. ഓക്കെ, ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിന്റെ അകത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട കണ്ടൻസ് എടുക്കണം. മേലെ തെർമോമീറ്റർ പ്ലേസ് ചെയ്യണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഹീറ്റ് ദ മിക്സ്ചർ സ്ലോലി കീപ്പിംഗ് എ ക്ലോസ് വാച്ച് അറ്റ് ദി തെർമോമീറ്റർ. നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് തെർമോമീറ്റർ ഒബ്സർവ് ചെയ്യണം. ദ അസറ്റോൺ വാപ്പറൈസസ് condenses in the condenser and can be collected from the condenser outlet. Water is left behind in the distillation flask. ഞാൻ പറഞ്ഞുതരാവേ. എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നമ്മള് ബോയിലിംഗ് പോയിന്റിന്റെ ബേസിസിലാണ് നമ്മൾ ഇവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാടാ?
100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ വെള്ളം തിളയ്ക്കുന്നത്? 100 ഡിഗ്രി സെൽഷ്യസിലല്ലേ ഇടാം. അപ്പൊ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അസറ്റോണിന്റെ ബോയിലിംഗ് പോയിന്റ് വരുന്നത് അറൌണ്ട് 56 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. അപ്പം ആദ്യം ആരായിരിക്കും ബോയിൽ ആവുക? ആദ്യം ബോയിലിംഗ് പോയിന്റ് എത്തിയിട്ട് വേപ്പർ ആവുക ആരായിരിക്കും? അസറ്റോൺ 56ന്റെ അടുത്തേ ഉള്ളൂ. ആൻഡ് വാട്ടർ ആണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് അല്ലെ. അപ്പം ആരായിരിക്കും ആദ്യം വേപ്പർ ആവുന്നുണ്ടാവുക? ബോയിൽ ചെയ്തിട്ട് ലിക്വിഡ് സ്റ്റേറ്റ് നിന്ന് ഗ്യാഷ്യസ് ഫോമിലേക്ക് ആദ്യമായിട്ട് ആരായിരിക്കും മാറുക? ഓക്കെ, ഫസ്റ്റ് ഹീറ്റ് കിട്ടുന്ന ആള് അല്ലെ, ദാറ്റ് ഈസ് അസറ്റോൺ ആണ് അല്ലെ. അസറ്റോൺ എന്ത് ചെയ്യും? ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് വേപ്പർ ആയിട്ട് മാറും അല്ലെ. വേപ്പർ ആയിട്ട് മാറും. ആൻഡ് നമ്മൾ എന്ത് ചെയ്യും? ഈ അസറ്റോൺ ഇവിടുന്ന് പൊങ്ങിയിട്ട് വേപ്പർ ആയിട്ട് മാറും. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ. ഇവിടുന്ന് വേപ്പർ ആയിട്ട് പോകുന്ന സാധനം നമ്മൾ ഇങ്ങോട്ടേക്ക് ഡയറക്ട് ചെയ്തിട്ട് ഇവിടെ എന്തുണ്ട്? ഒരു കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ കണ്ടൻസർ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മൾ, അതായത് ഇവിടുന്ന് വേപ്പർ ആയിട്ടല്ലേ പോവുക. വേപ്പർ ആയിട്ട് പോകുന്ന സാധനം നമുക്ക് ലിക്വിഡ് ആയിട്ട് തന്നെ കിട്ടണ്ടേ? നമുക്ക് ലിക്വിഡ്സിനെ അല്ലേ സെപ്പറേറ്റ് ചെയ്യണ്ടേ? നമുക്ക് വേപ്പർ ആയിട്ട് കിട്ടിയാൽ പോരല്ലോ. അപ്പൊ നമ്മള് ലിക്വിഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു കണ്ടൻസർ വെച്ചിട്ടുണ്ട്. ഈ കണ്ടൻസറിൽ കൂടെ നമ്മൾ ഇവിടെ കൂടെ കോൾഡ് വാട്ടർ കൊടുക്കും. തണുപ്പിച്ചാലല്ലേ കണ്ടൻസേഷൻ നടക്കുക. ഓക്കെ, ഇപ്പം നമ്മള് ഈവൻ ഇപ്പൊ വാട്ടർ ആലോചിക്കുമ്പോഴും വാട്ടർ ഇവാപറേഷൻ നടന്നിട്ട് വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് മാറിയിട്ട് നമ്മള് മേലെ അടപ്പ് വെച്ചിട്ട് അതിനെ തണുപ്പിക്കുന്ന സമയത്തല്ലേ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഈ വേപ്പേഴ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ തണുപ്പിക്കണം അല്ലെ. സോ തണുപ്പിക്കണം. അങ്ങനെ തണുപ്പിക്കുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മളൊരു വാട്ടർ കണ്ടൻസർ വെച്ചിട്ടുണ്ട്. കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ വെച്ചിട്ട് കണ്ടൻസ് ചെയ്യാണ് കേട്ടോ. ടെമ്പറേച്ചർ വെച്ചിട്ടല്ല, ടെമ്പറേച്ചർ ആണ് കൂൾ വാട്ടർ ഇട്ടിട്ട് വാട്ടർ വെച്ചിട്ട് തണുത്ത ജലം വെച്ചിട്ട് കൂൾ വാട്ടർ വെച്ചിട്ട് നമ്മൾ കണ്ടൻസ് ചെയ്യാണ് വാട്ടർ കണ്ടൻസറിലൂടെ. ഇതിൽ നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിക്കും. ആൻഡ് ഇവിടുന്ന് വരുന്ന അസറ്റോണിന്റെ വേപ്പേഴ്സ് എല്ലാം ഇതിലെ ഇങ്ങനെ വരും അല്ലെ. ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വാട്ടർ ഇതിലെ കൂടെ കയറ്റി വിടും. അതിലെ കൂടെ പുറത്തേക്ക് എടുക്കുകയും ചെയ്യും. വാട്ടർ ഇൻലെറ്റും ഉണ്ട്, വാട്ടർ ഔട്ട്ലെറ്റും ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വെള്ളം അങ്ങോട്ടേക്ക് ഒഴുകുന്നതും എന്ത് ചെയ്യും? ഈ വരുന്ന അസറ്റോൺ എന്ത് ചെയ്യൂടാ? കണ്ടൻസേഷൻ നടക്കും. അസറ്റോൺ വേപ്പേഴ്സിന് കണ്ടൻസേഷൻ നടക്കും. അങ്ങനെ കണ്ടൻസേഷൻ നടക്കുന്ന അസറ്റോൺ ഇതാ ഇതിൽ ഈ ട്രാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അസറ്റോണ് ഇതിങ്ങനെ ഈ പാത്തിൽ ഇതിങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ വാട്ടർ ഉള്ളത് കൊണ്ട് ഒരു തണുപ്പ് ഫീൽ ചെയ്യും. അപ്പം വേപ്പേഴ്സ് എന്താവും? കണ്ടൻസ് ആവും. കണ്ടൻസ് ആയിട്ട് നമുക്ക് ഇവിടെ ഈ ബീക്കറിനകത്ത് നമുക്ക് എന്ത് കിട്ടും? പുറത്ത് നമുക്ക് അസറ്റോണിനെ കളക്ട് ചെയ്യാം ലിക്വിഡ് ആയിട്ട്. ഓക്കെ, നമുക്ക് അസറ്റോൺ ക്യാൻ ബി കളക്ടഡ് ആസ് ലിക്വിഡ് ആയിട്ട് തന്നെ നമുക്ക് അസറ്റോണിനെ കണക്ട് ചെയ്യാൻ പറ്റും ത്രൂ ദ മെത്തേഡ് ഓഫ് ഏതാടാ? ഡെസ്റ്റിലേഷൻ. എന്ത് വഴിയാ? ഡിസ്റ്റിലേഷൻ വഴി ബോയിലിംഗ് പോയിന്റിന്റെ ബേസിസിൽ ആദ്യം ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആള് അല്ലെ. ആദ്യം ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആള് ഫസ്റ്റ് തന്നെ വേപ്പർ ആവും. പിന്നെ വാട്ടർ വേപ്പർ ആവണമെങ്കിൽ എത്ര ആവണം? 100 ആവണം അല്ലെ. 100 ഡിഗ്രി സെൽഷ്യസ് വരെ കിട്ടാനുള്ള ഹീറ്റ് കിട്ടിയാൽ മാത്രമേ വാട്ടർ വേപ്പേഴ്സ് ആവുള്ളൂ. അതിന്റെ മുമ്പേ ആര് വേപ്പേഴ്സ് ആവും? അസറ്റോൺ വേപ്പേഴ്സ് ആവും അല്ലെ. അസറ്റോൺ വേപ്പർ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഇതിടെ സെപ്പറേറ്റ് ചെയ്ത് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാ പറയുന്നത് എന്താ? The acetone vaporizes condenses in the condenser and can be collected from the condenser outlet. Water is left behind in the distillation flask. അസറ്റോൺ മാത്രം എന്തായിട്ട് മാറും? വേപ്പേഴ്സ് ആയിട്ട് പോകും. വാട്ടർ അവിടെ തന്നെ ഉണ്ടാവുക, ഈ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക് തന്നെ ഉണ്ടാവും. ഇതാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് ടു മിസിബിൾ ലിക്വിഡ്സ് അല്ലെ. മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ നമ്മൾ ഏത് മെത്തേഡ് വഴിയാണ് ഇപ്പൊ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? ത്രൂ ഡെസ്റ്റിലേഷൻ. നമ്മൾ ഡിസ്റ്റിലേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ മിസിബിൾ ആയിട്ടുള്ള വാട്ടറിന്റെ കോമ്പണൻസിനെ മിക്സ്ചർ ഓഫ് അസറ്റോൺ ആൻഡ് വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അസറ്റോൺ എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് കുറവാണ് ആസ് കമ്പയർ ടു വാട്ടർ. അത് ഫസ്റ്റ് വാപ്പറൈസ് ചെയ്തു പോയി, അത് ഫസ്റ്റ് കണ്ടൻസ് ചെയ്തു, അതിന് നമ്മള് പുറത്ത് കളക്ട് ചെയ്തു. ആൻഡ് വാട്ടർ റിമൈൻസ് ദർ ഇൻ ദി ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക്. വാട്ടർ അവിടെ തന്നെ നിൽക്കുകയാണ്, വാട്ടർ പോകുന്നില്ല. കാരണം അതിന്റെ ബോയിലിംഗ് പോയിന്റ് എത്തിയിട്ടില്ല. ബോയിലിംഗ് പോയിന്റ് എത്തിയാൽ മാത്രമല്ലേ വേപ്പർ ആവാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ, ദാറ്റ് ഈസ് distillation. Okay, this method is called distillation. It is used for the separation of എന്തിനു വേണ്ടിയിട്ടാ യൂസ് ചെയ്യാം? കോമ്പണൻസ് ഓഫ് എ മിക്സ്ചർ അല്ലെ. മിക്സ്ചർ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടെയ്നിങ് ടു മിസിബിൾ ലിക്വിഡ്സ്, രണ്ട്
മിസിബിൾ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് ബോയിൽ വിത്തൗട്ട് ഡീകമ്പോസിഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ് എടാ. ചൂടാക്കുന്ന സമയത്ത് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് അത് സ്പ്ലിറ്റ് ആയി പോവാന്ന് വിചാരിച്ചോ, അതായത് അസറ്റോൺ സ്പ്ലിറ്റ് ചെയ്ത് വേറെ അല്ലെങ്കിൽ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ഒക്കെ ആയി പോവാന്ന് വിചാരിച്ചോ. അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. ടെമ്പറേച്ചർ കിട്ടുന്ന സമയത്ത് സ്പ്ലിറ്റ് ആയി പോവാത്ത ആൾക്കാരെയാണ് നമ്മള് ഡെസ്റ്റിലേഷൻ വഴി എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ടെസ്റ്റ് യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് components of a mixture containing two miscible liquids that boil without decomposition. അത് ഓർക്കണേടാ, boil without decomposition and have sufficient difference. അത് നിങ്ങൾ ഓർക്കണേടാ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഡിഫറൻസ് ഇമ്പോർട്ടന്റ് ആണ്. That is and have sufficient difference in their boiling points. അവരുടെ ബോയിലിംഗ് പോയിന്റ്സില് വ്യക്തമായിട്ട് എന്താ പ്രകടമായ രീതിയിൽ എന്ത് വേണം, ഡിഫറൻസ് വേണം. ഞാൻ പറഞ്ഞു അസറ്റോണിന്റെ അതൊരു 56 ഒക്കെ വരുള്ളൂ. 56 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 9 ടെമ്പറേച്ചർ എത്തിയില്ലേ, പിന്നെ വാട്ടറിന്റെ ആവണേ 100 ഡിഗ്രി സെൽഷ്യസ് ആവണം അല്ലെ, അത്രയും എത്തിയാൽ മാത്രമേ വാട്ടർ വേപ്പർ ആവുള്ളൂ. അപ്പൊ 56 ആവുമ്പോഴത്തേക്ക് തന്നെ അസറ്റോൺ എന്ത് ചെയ്തു, വേപ്പേഴ്സ് ആയി, വാട്ടർ എത്തിയിട്ടുമില്ല. സോ എന്താണ്, അവിടെ നല്ലൊരു ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ത്രൂ ഡിസ്റ്റിലേഷൻ നമുക്ക് ഈ രണ്ട് മിസിബിൾ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഓക്കെ, ആൻഡ് ഇവരുടെ ബോയിലിംഗ് പോയിന്റ് വളരെ സേ ഫോർ എക്സാമ്പിൾ രണ്ടും ഒരാൾ 99ഉം ഒരാൾ 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചോ, ഒരാൾ 99ഉം ഒരാൾ 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ, അവരുടെ ബോയിലിംഗ് പോയിന്റ് ഭയങ്കര ക്ലോസർ അല്ലേ. അപ്പം രണ്ടാൾക്കാരും ഒരേ സമയം തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, 99 ആയാളും 100 ആയിട്ടുള്ള ആളെയും നമുക്ക് മിക്സർ ആയിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഡിസ്റ്റിലേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മള് ബോയിലിംഗ് പോയിന്റ് ക്ലോസർ ആണെങ്കിൽ നമ്മള് വേറൊരു മെത്തേഡ് ആണ് യൂസ് ചെയ്യുക, ഡിസ്റ്റിലേഷൻ അല്ല. ഡിസ്റ്റിലേഷൻ തന്നെയാണ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇത് മിയർ ഡിസ്റ്റിലേഷൻ അല്ല നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെ, അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് അതാ പഠിക്കാൻ പോകുന്നത്, ദാറ്റ് ഈസ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ, സോ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഡിസ്റ്റിലേഷൻ പഠിച്ചു അല്ലെ, എന്താ ബോയിലിംഗ് പോയിന്റിന്റെ ഡിഫറൻസ് ഉള്ള ആൾക്കാരെ രണ്ട് മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദോസ് വിച്ച് ഡു നോട്ട് അണ്ടർഗോ ഇൻ ദ ഡീകമ്പോസിഷൻ ഓൺ ഹീറ്റിംഗ് അല്ലെ, ഹീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഡീകമ്പോസിഷൻ നടക്കാത്ത മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്തത്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. So to separate a mixture of two or more miscible liquids. അപ്പൊ ഇതും എന്താണ്, മിസിബിൾ ലിക്വിഡ്. ഇൻമിസിബിൾ ലിക്വിഡിനെ എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്തത്, യൂസിങ് സെപ്പറേറ്റിംഗ് ഫണൽ അല്ലെ. സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്തിട്ടാണ് ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തത്. മിസിബിൾ ലിക്വിഡിനെ നമ്മൾ ഡിസ്റ്റിലേഷൻ വഴിയും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയുമാണ് എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. To separate a mixture of two or more miscible liquid for which the difference in boiling point is less than 25 Kelvin. Okay, അവരുടെ boiling point ന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് is less than 25 Kelvin. Less than 25 Kelvin boiling point ഡിഫറൻസ് ഉള്ള ആൾക്കാരെ. ഇപ്പൊ നേരത്തെ നമുക്ക് ഒരു വലിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു അല്ലെ, അസറ്റോണും വാട്ടറും തമ്മിൽ 25നേക്കാളും കൂടുതൽ ഉള്ള ഒരു എന്താ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ 25, അതായത് 75ഉം 100ഉം ഉള്ള ആൾക്കാര്. അങ്ങനെയാണെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. സോ ടു സെപ്പറേറ്റ് എ മിക്സ്ചർ ഓഫ് two or more miscible liquid for which the difference in boiling point is less than 25 K, fractional distillation process is used. അങ്ങനെയാണ് നമ്മൾ fractional distillation process ഉപയോഗിക്കുന്നത്. For example, for the separation of different gases from air. Okay, എയറിന്റെ അകത്ത് ഒരുപാട് ഗ്യാസസ് ഉണ്ട് അല്ലെ, നൈട്രജൻ ഉണ്ട്, ആർഗൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗ്യാസസ് എയറിലുണ്ട്. ആ എയറിന്ന് നമുക്ക് ഗ്യാസസിനെ സെപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. ഓക്കെ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് നമ്മൾ എയറിന്റെ
കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓൾസോ നമുക്ക് പെട്രോളിയം പ്രോഡക്ട്സ് ഇല്ലേടാ, പെട്രോളിയം പല ടൈപ്പ് ഓഫ് പെട്രോളിയം പ്രോഡക്ട്സ് ഉണ്ട്, അതിനൊക്കെ സെപ്പറേറ്റ് ചെയ്യുക. അവരുടെയൊക്കെ ബോയിലിംഗ് പോയിന്റിന് 25 കെൽവിന്റെ ഇടയിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അവരുടെ ബോയിലിംഗ് പോയിന്റിന്റെ ഇടയിൽ 25 കെൽവിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. സോ അവരെ സെപ്പറേറ്റ് ചെയ്യാനും പെട്രോളിയം പ്രോഡക്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ആസ് എ മെത്തേഡ് ഓഫ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. നമ്മള് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് ഇതിനൊക്കെ സെപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന്റെ അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷന്റെ അപ്പാരറ്റസ് ഇല്ലേടാ നിങ്ങൾ നേരത്തെ കണ്ട സെയിം തന്നെയാണ്, പക്ഷെ അവിടെ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം കൂടി വരും. ഓക്കെ, സെയിം ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസിന്റെ സെയിം മാനറിൽ തന്നെയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന്റെ അപ്പാരറ്റസും ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ ഒരു ഡിഫറൻസ് ഉള്ളത്? അവിടെ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉണ്ട്, ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉണ്ട്. ഓക്കെ, ഞങ്ങള് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉണ്ട്, സിമ്പിൾ അല്ലേ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന്റെ അകത്ത് ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉണ്ട്. The apparatus is similar to that for simple distillation, except that a fractionating column is fitted in between the distillation flask and the condenser. ഫ്ലാസ്കിന്റെയും കണ്ടൻസറിന്റെയും ഇടയിലായിട്ട് ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉണ്ടെന്നാണ് ആ ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസിന്റെ അകത്തുനിന്ന് ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനുള്ള ഒരു ഡിഫറൻസ്. അപ്പൊ ഇവര് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ട് മിസിബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ, അവരുടെ ബോയിലിംഗ് പോയിന്റിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 25 കെൽവിൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക് ആണ് ദാറ്റ് ഈസ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ ഓക്കെ, a simple fractionating column is a tube packed with glass beads. ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, പേര് കേൾക്കുമ്പോൾ കുറച്ച് എന്താ പേടിയൊക്കെ തോന്നും. ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്താന്നൊക്കെ, ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഗ്ലാസ് ബീഡ്സ് ഉണ്ടാവും. ഗ്ലാസ് ബീഡ്സ് ഇങ്ങനെ ആ ട്യൂബിന്റെ അകത്ത് ഗ്ലാസ് ബീഡ്സിന്റെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവും, അതാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബീഡ്സ് എന്തിനു വേണ്ടിയിട്ടാ? The beads provides surface for the vapors to cool and condense repeatedly. അവിടെ പോകുന്ന ആൾക്കാർക്ക്, ആ ബീഡ്സിന്റെ ഇടയിൽ കൂടെ പോകുന്ന ആൾക്കാര് പെട്ടെന്ന് തന്നെ കൂളായിട്ട് കണ്ടൻസ് ചെയ്ത് പിന്നെയും കൂളായി ഇങ്ങനെ കണ്ടൻസേഷൻ ഇതിങ്ങനെ ചേഞ്ച് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ കടത്തി വിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബീഡ് ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിന്റെ അകത്ത്, ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന്റെ അകത്ത് ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്ന് പറയുന്ന ഒരു സെറ്റപ്പും കൂടി വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ്. സോ ഇതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന്റെ അപ്പാരറ്റസ്. നമുക്ക് ഡിസ്റ്റിലേഷൻ ചെയ്യേണ്ട സാധനത്തിന് നമ്മള് ഈ ഒരു ഫ്ലാസ്കിൽ എടുക്കുന്നുണ്ട്. ഈ ഫ്ലാസ്കിൽ എടുക്കുക, താഴെ സെയിം സെറ്റപ്പ് ആണ്. ഇത് ഇവിടെ ഹീറ്റ് കൊടുക്കുന്നുണ്ട്, ഇവിടെ തെർമോമീറ്റർ വെച്ചിട്ടുണ്ട് അല്ലെ, ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ വെച്ചിട്ട് ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഫ്രാക്ഷനേറ്റിംഗ് കോളം നിങ്ങൾ കണ്ടോ? ഫ്രാക്ഷനേറ്റിംഗ് കോളം ഇതാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം കേട്ടോ. ഇതാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം. ഇവിടെയാണ് ഗ്ലാസ് ബീഡ്സ് ഉള്ളത്. ഓക്കെ, ഗ്ലാസ് ബീഡ്സ് ഉണ്ട്, ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉണ്ട്. മറ്റേ നേരത്തെ കണ്ട സെയിം സാധനം കണ്ടൻസർ, തണുത്ത വെള്ളം ഇതിലെ കൂടെ കൂൾ വാട്ടർ ഇന്നും വാട്ടർ ഔട്ട്ലെറ്റ് ഇതുമാണ് കേട്ടോ. വെള്ളം ഇതിലേക്ക് കടത്തി വിട്ടിട്ട് ഇതിലേക്ക് പോകും. ഈ ട്യൂബ് വഴിയാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടേണ്ട സാധനം. ഈ ട്യൂബ് വഴി നമുക്ക് ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സെയിം ഡിസ്റ്റിലേഷന് സെയിം തന്നെയാണ് കേട്ടോ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും ആകെ ഡിഫറൻസ് പറയുന്നത് ഇവിടെ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉണ്ട് എന്നുള്ള ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പം ഇതാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം. നമ്മള് ഇവിടുന്ന് ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ലെസർ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആള്, അത് ഫസ്റ്റ് പോകുന്ന ആള് എന്ത് ചെയ്യും? ഇതുവഴി ഇങ്ങനെ എന്ത് ചെയ്യും? ഫ്രാക്ഷനേറ്റിംഗ് കോളം വഴി ഇങ്ങനെ കടത്തി വിടുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് കൂൾ ആൻഡ് കണ്ടൻസേഷൻ നടക്കും. ഒരുപാട് തവണ എന്ത് ചെയ്യും? ഇങ്ങനെ കോളം അല്ലേ, ഇതിങ്ങനെ പോകുന്നതിനനുസരിച്ച് കൂൾ ആൻഡ് കണ്ടൻസേഷൻ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പം ഫസ്റ്റ് തന്നെ പുറത്തേക്ക് വരിക, ഏറ്റവും ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആള് പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന ആള് സെയിം തന്നെ ഡിസ്റ്റിലേഷൻ വഴി ഇങ്ങോട്ടേക്ക് വരുന്ന ആള് ഇതുവഴി പോകുന്ന സമയത്ത് ഇവിടെ തണുത്ത വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ലെ. ഇവര് വാപ്പേഴ്സ് ആയിട്ടല്ലേ ഇടാ പോകുന്നത്, വാപ്പേഴ്സും കണ്ടൻസ്ഡ് ആയിട്ടല്ലേ പോകുന്നത്. സോ എന്ത് ചെയ്യും? ഇവിടുന്ന് കണ്ടൻസേഷൻ നടക്കും. വീണ്ടും കണ്ടൻസറിൽ കണ്ടൻസേഷൻ നടന്നിട്ട് എന്ത് ചെയ്യും? ലിക്വിഡ് വാപ്പേഴ്സിനെ നമുക്ക്, അപ്പൊ ലിക്വിഡിനെ വാപ്പർ ആക്കി വീണ്ടും നമുക്ക് ലിക്വിഡ് ആയിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും.
Okay, this is the method of separation of two miscible liquids. Those boiling points are less than, difference in boiling points are less than 25 Kelvin. Less than 25 Kelvin boiling point difference ഉള്ള രണ്ട് miscible liquidsനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേടാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു എയറിന്റെ അകത്തുള്ള കോമ്പണൻസ്, എയറിന്റെ അകത്തുള്ള ഗ്യാസസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നു പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ പെട്രോളിയം പ്രോഡക്ട്സ് അതിന്റെ കണ്ടൻസിനെ, അതിനകത്തുള്ള കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, ആൻഡ് ഹൗ ക്യാൻ വി ഒബ്റ്റെയിൻ ഡിഫറെന്റ് ഗ്യാസസ് ഫ്രം എയർ? എന്ത് വഴിയാ? വയ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എയർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്, എയർ ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ അല്ലെ. എയർ എന്ന് പറഞ്ഞാൽ എന്താടാ? ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. എയർ ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. പക്ഷെ ഡസ്റ്റ് ഇൻ എയർ എന്താടാ? ഡസ്റ്റ് ഇൻ എയർ എന്താ? ഡസ്റ്റ് ഇൻ എയർ ഇസ് എ ഹെറ്ററോജീനിയസ് മിക്സ്ചർ അല്ലെ. ഡസ്റ്റ് എയർ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. dust in air is a heterogeneous mixture അല്ലെ, and can be separated into its components by fractional distillation. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എയറിലെ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? by using fractional distillation. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എയറിലെ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇതൊരു സിമ്പിൾ ഫ്ലോ ചാർട്ട് ആണ്. സിമ്പിൾ ഫ്ലോ ചാർട്ട് ആണ്. ഇതിനെ കുറച്ചും കൂടി ആഡ് ചെയ്ത സാധനങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. അപ്പം എയറിനെ നമ്മൾ എന്ത് ചെയ്യും? എയറിനെ എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. എയർ എന്ന് പറയുന്നത് എന്ത് ഫോമിലുള്ള ആൾക്കാരാടാ? ഗ്യാഷ്യസ് ഫോമിലുള്ള ആൾക്കാരാ അല്ലെ. ഗ്യാഷ്യസ് ഫോമിലുള്ള ആൾക്കാരാണ് എയർ അല്ലെ. അപ്പം ഗ്യാസിനെ നമുക്ക് എന്താക്കി മാറ്റണടാ? എയർ എന്ന് പറയുന്നത് ഇവിടെ ഗ്യാസാ. എയറിനെ നമ്മള് ലിക്വിഡ് ആക്കി മാറ്റണം. ഓക്കെ, ലിക്വിഡ് കംപ്രസ് ചെയ്തിട്ട് മോളിക്യൂൾസ്, നിങ്ങൾക്ക് അറിയാലോ ഗ്യാസിനെ ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ട് പഠിച്ചതല്ലേ. ഓക്കെ, അപ്പം നമ്മള് എയറിനെ എന്ത് ചെയ്യും? കംപ്രസ് ചെയ്തിട്ട് ലിക്വിഡ് ആക്കി മാറ്റും. എങ്ങനെ കംപ്രസ് ചെയ്യണം? കംപ്രസ് ചെയ്ത് കൂൾ ചെയ്യണം. എങ്ങനെ കംപ്രസ് ചെയ്ത് കൂൾ ചെയ്യൂടാ? എയർ ഇസ് കംപ്രസ്ഡ് ബൈ ഇൻക്രീസിങ് ദ പ്രഷർ അല്ലെ. നമ്മൾ പ്രഷർ കൊടുത്തിട്ട് എയറിനെ കംപ്രസ് ചെയ്യും അല്ലെ. എയറിനെ പ്രഷർ കൊടുത്ത് കംപ്രസ് ചെയ്യും. ആൻഡ് ദിസ് ദെൻ കൂൾഡ് ബൈ ഡിക്രീസിങ് ദി ടെമ്പറേച്ചർ ടു ഗെറ്റ് ലിക്വിഡ് എയർ. അപ്പം പ്രഷർ കൊടുത്തിട്ട് എന്ത് ചെയ്യും? എയറിനെ ലിക്വിഡ് ആക്കും. കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ അല്ലെ. ടെമ്പറേച്ചർ കുറച്ച് കളയും. ടെമ്പറേച്ചർ കുറയും, പ്രഷർ കൂട്ടും. പ്രഷർ കൂട്ടിയിട്ട് നല്ല പ്രഷർ കൊടുത്തിട്ട് ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെയാ? ഇങ്ങനെ തോന്നിയ പോലെ നിൽക്കുന്ന ആൾക്കാരാണല്ലേ ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഒത്തിരി വരച്ചുതരാം. ഗ്യാസ് പാർട്ടിക്കിൾസ് എങ്ങനെയുള്ളത്? ഗ്യാസിലെ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഡിസ്റ്റൻസിലാണല്ലേ ഉള്ളത്. ഗ്യാസിലെ പാർട്ടിക്കിൾസ് ഡിസ്റ്റൻസിലാണുള്ളത്. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് എന്ത് ചെയ്യാ? ഇവർക്കൊരു പ്രഷർ കൊടുക്കുക കേട്ടോ. നല്ലൊരു പ്രഷർ കൊടുക്കുക കേട്ടോ. നല്ല പ്രഷർ കൊടുക്കുക. ഇത് ഗ്യാസ് ഫോം ആണ്. ഇത് ഗ്യാസ് ഫോം, ഇത് ഗ്യാസാ. നല്ല പ്രഷർ വരുന്ന സമയത്ത് എന്താവും? ഈ പാർട്ടിക്കിൾസ് ക്ലോസർ ആയിട്ട് വരും അല്ലെ. കുറച്ചും കൂടെ അടുത്തേക്ക് ലിക്വിഡിനെ പോലെ ആയിട്ട് വരും. സോ നമുക്ക് എന്ത് കിട്ടും? ലിക്വിഡ് കിട്ടും അല്ലെ. ബൈ ഇൻക്രീസിങ് പ്രഷർ. പ്രഷർ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലിക്വിഡ് ആയിട്ട് കിട്ടും. ആൻഡ് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെന്ത് ചെയ്യണം? കൂൾ ചെയ്യണം അല്ലെ. തണുപ്പിക്കണം. കൂൾ ചെയ്യുമ്പോ എന്താണ്? കൂൾ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ അല്ലെ. ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ തണുപ്പിച്ച് കിട്ടും. ടെമ്പറേച്ചർ കൂടാൻ വെച്ചാൽ ഭയങ്കര ചൂടാ, അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എന്താ പ്രഷർ കൊടുത്തിട്ട് കംപ്രസ് ചെയ്തിട്ട് എന്താക്കണം? ടെമ്പറേച്ചർ കുറയ്ക്കണം, കൂൾ ചെയ്യണം അല്ലെ. കംപ്രസ്ഡ് ആൻഡ് കൂൾഡ് ബൈ എങ്ങനെയാ? ഇൻക്രീസിങ് പ്രഷർ, ആൻഡ് ഡിക്രീസിങ് ടെമ്പറേച്ചർ അല്ലെ.
ആൻഡ് ഡിക്രീസിങ് ടെമ്പറേച്ചർ. അപ്പം എയറിനെ, ഗാഷ്യസ് ഫോമിലുള്ള എയറിനെ നമുക്ക് അതിന്റെ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ എയറിനെ ഫസ്റ്റ് കംപ്രസ് ചെയ്യും ആൻഡ് കൂൾ ചെയ്യും. കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഹൈ പ്രഷർ കൊടുക്കും അല്ലെ. ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? മോളിക്യൂൾസ്, ഇതിലെ പാർട്ടിക്കിൾസ് അടുപ്പിച്ചടുപ്പിച്ച് വരും. അത് ലിക്വിഡിന്റെ ഫോമിലേക്ക് മാറും അല്ലെ. ലിക്വിഡിന്റെ ഫോമിലേക്ക് മാറും, നമുക്ക് ലിക്വിഡ് എയർ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആ ലിക്വിഡ് എയറിനെ വാംഡ് അപ്പ് സ്ലോലി, മെല്ലെ മെല്ലെ ചൂടാക്കും. ആൻഡ് സെപ്പറേറ്റഡ് ഗ്യാസസ് ഫ്രം എയർ. അതിന്റെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് അറ്റ്മോസ്ഫിയറിൽ എത്ര പെർസെന്റേജ് ഉണ്ട്? ഓക്സിജൻ 20.9% ആണ് ഉള്ളത് ഓക്സിജൻ. ഏറ്റവും കൂടുതൽ ആരാ ഉള്ളതെന്ന് അറിയൂടാ? നൈട്രജൻ ആണ് 78% ഉള്ളത്. ആൻഡ് ഓക്സിജൻ ഉള്ളത് 21%. 20.9 എന്ന് പറഞ്ഞാൽ 21%. ആൻഡ് ആർഗൺ ഉള്ളത് 0.9%. അപ്പൊ ഇവരെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി ഓക്സിജന്റെ ബോയിലിംഗ് പോയിന്റ് കണ്ടോടാ, -183 ആ, ആർഗണിന്റെ -186 ആ, ആൻഡ് നൈട്രജന്റെ -196 ആ. ഏറ്റവും കൂടുതൽ കൂടിയ ബോയിലിംഗ് പോയിന്റ് ആർക്കാണ് ഉള്ളത്? ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആർക്കുള്ളത്? നിങ്ങൾക്ക് നൈട്രജൻ പറയാൻ തോന്നും, പക്ഷെ നിങ്ങൾ നോക്കൂ നെഗറ്റീവ് നമ്പർ അല്ലെ. അപ്പൊ ഓക്സിജൻ ആണ് എന്തുള്ളത്? ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് അല്ലെ. ബോയിലിംഗ് പോയിന്റ് കൂടിയ ആളാരാ? ഓക്സിജൻ ആണ്, -183 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. -183, ഓക്സിജൻ ആണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഫ്രാക്ഷണൽ distillation അല്ലെ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് പഠിക്കുന്നത്. If we want oxygen gas from air, we have to separate out all the other gases present in the air. നമുക്ക് ഓക്സിജൻ ആണ് വേണം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ബാക്കി എല്ലാ ഗ്യാസസിനെയും സെപ്പറേറ്റ് ചെയ്താലേ നമുക്ക് ഓക്സിജനെ കിട്ടുള്ളൂ കേട്ടോ. ഓക്സിജന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാ. ഓക്കെ, the air is compressed by increasing the pressure and is then cooled by decreasing the temperature to get liquid air. നമ്മള് പ്രഷർ കൂട്ടി ടെമ്പറേച്ചർ കുറച്ചിട്ട് നമ്മള് ഗ്യാഷ്യസ് ഫോമിലുള്ള എയറിനെ ലിക്വിഡ് ആക്കി മാറ്റുകയാണ്. ഓക്കെ, ദിസ് ലിക്വിഡ് എയർ ഇസ് allowed to warm up slowly in a fractional distillation column. നമ്മള് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ കോളത്തില് എന്ത് ചെയ്യാണ്? വാം അപ്പ് ചെയ്യാണ്. where gases get separated at different heights depending upon their boiling points. അപ്പം അവരുടെ ബോയിലിംഗ് പോയിന്റിന്റെ ബേസിസില് നമുക്ക് ഗ്യാസസിന് എന്ത് ചെയ്യാൻ പറ്റൂടാ? സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുന്നത്. ആരുടെ? എയറിലെ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്നുമില്ല, മറ്റേ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന്റെ സെയിം സാധനം തന്നെയാണ്. എയർ ഇതുവഴി കടന്നു വിടുന്നുണ്ട്. എയറിനെ പ്രഷർ കൊടുക്കും, ഹോട്ട് എയർ. ഓക്കെ, എയറിനെ പ്രഷർ കൊടുത്ത് കംപ്രസ് ചെയ്യും, ഇത് കണ്ടൻസ് ചെയ്യും, എന്നിട്ട് ഫ്രീസിങ് കോൾഡ് വാട്ടർ ഇന്ന് വാട്ടർ ഔട്ട് അല്ലെ. കണ്ടൻസർ വഴി കടത്തിവിടും. സെപ്പറേറ്റർ വഴി എന്ത് ചെയ്യും? നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഡ്രൈ ഐസ് ആയിട്ട് കിട്ടും, സോളിഡ് ഫോമിലാണ് കിട്ടുന്നത്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിനെ കിട്ടും. ഇവിടെ ലിക്വിഡ് എയർ ഉണ്ട്, ഇവിടെ നൈട്രജൻ ഔട്ട്, ആർഗൺ ഔട്ട്. അപ്പൊ ഓരോരോ എലമെന്റ്സിനെയും കിട്ടും. നമുക്ക് ഫൈനലി നമുക്ക് എന്ത് കിട്ടും? ലിക്വിഡ് ഓക്സിജനെ നമുക്ക് ഈ കണ്ടെയ്നറിലും കിട്ടും. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കോമ്പണൻസ് ഓഫ് എയറിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് കേട്ടോ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ്. ഫസ്റ്റ് എയറിനെ നമ്മള് ഗ്യാഷ്യസ് ഫോമിലുള്ള എയറിനെ കംപ്രസ് ചെയ്തിട്ട് ലിക്വിഡ് ഫോം ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ കൂട്ടണം. ആൻഡ് ബൈ റെഡ്യൂസിങ് ടെമ്പറേച്ചർ കുറയ്ക്കുകയും ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കംപ്രസ്ഡ് എയറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഓക്സിജനെ വേറെ കമ്പോണന്റ് ആയിട്ട് കിട്ടും. ഓക്സിജനെ നമുക്ക് കിട്ടണമെങ്കിൽ ബാക്കി എല്ലാ ഗ്യാസസിനെയും നമ്മൾ ഫസ്റ്റ് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് ഓക്സിജനെ കിട്ടുള്ളൂ. ഓക്സിജന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. ഓക്കെ, so how can we obtain pure copper sulfate from an impure sample? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഒരു പ്യൂർ ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് നമുക്ക് എങ്ങനെ കിട്ടും? പ്യൂർ കോപ്പർ സൾഫേറ്റിനെ എങ്ങനെ കിട്ടും? സോ ഒരു ഇംപ്യൂർ സാമ്പിളിന് എങ്ങനെ പ്യൂർ ആയിട്ട് കിട്ടും എന്നാ ചോദിക്കുന്നത്. ടേക്ക് അപ്രോക്സിമേറ്റ്ലി 5 impure sample of copper sulfate in a china dish. Dissolve it in minimum amount of water. നമ്മള് കോപ്പർ സൾഫേറ്റിനെ എടുത്തിട്ട് കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ, കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യുക? ഡിസോൾവ് ചെയ്യിപ്പിക്കുക.
എന്നിട്ട് നമ്മള് ഇംപ്യൂരിറ്റീസിന് എന്ത് ചെയ്യുക, ഫിൽട്ടർ ചെയ്ത് കളയാം. ഓക്കെ, ദെൻ ഫിൽട്ടർ ദ ഇംപ്യൂരിറ്റീസ് ഔട്ട്. ഓക്കെ, നമ്മള് കോപ്പർ സൾഫേറ്റിന്റെ ഒരു സാമ്പിൾ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇംപ്യൂരിറ്റീസിനെ ഫിൽട്ടർ ചെയ്ത് കളയാം. ഓക്കെ, ഫിൽട്ടർ ചെയ്ത് കളയാം. എന്നിട്ട് നമ്മളോട് എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവാപ്പറേറ്റ് വാട്ടർ ഫ്രം ദി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. നമ്മള് വാട്ടറിനെ എന്ത് ചെയ്യണം, ഇവാപ്പറേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ സൊല്യൂഷൻ ആക്കിയിട്ടാണ് ഇരിക്കുന്നത്, വാട്ടറിനെ ഇവാപ്പറേറ്റ് ചെയ്യണം. Evaporate water from the copper sulfate solution so as to get a saturated solution. Okay, എന്നിട്ട് നമ്മള് cover the solution with a filter paper. എന്നിട്ട് നമ്മൾ ആ സൊല്യൂഷൻ ഒരു ഫിൽട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം and leave it undisturbed at room temperature. എന്നിട്ട് നമ്മള് അവിടെ വെക്കുക, റൂം ടെമ്പറേച്ചറിൽ അവിടെ തന്നെ കീപ്പ് ചെയ്യുക. നമ്മളൊന്നും ചെയ്യേണ്ട. പിന്നെ to cool slowly for a day. നമ്മൾ ഒരു ദിവസം അതിനെ കൂൾ ചെയ്യാൻ അലോ ചെയ്യാം കേട്ടോ. You will obtain the crystals of copper sulfate in the china dish. അപ്പൊ നമുക്ക് കോപ്പർ സൾഫേറ്റിന്റെ ക്രിസ്റ്റൽസ് കിട്ടും. കോപ്പർ സൾഫേറ്റിന്റെ കളർ എന്താടാ? കോപ്പർ സൾഫേറ്റിന്റെ കളറാ നീല കളറാ അല്ലെ. Cu2+ അയൺസ് ആണ് അതിന് നീല കളർ കൊടുക്കുന്നത് അല്ലെ. ഒരു ബ്ലൂ കളർ ആണ് എന്ത്, ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്ന ആരെയാ? ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റിനാണ് കേട്ടോ, ബ്ലൂ വിട്രിയോൾ. അയൺ സൾഫേറ്റ് FeSO4 ഏതാ, ഗ്രീൻ വിട്രിയോൾ അല്ലെ. ഇത് കോപ്പർ സൾഫേറ്റ് ആണ്, ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ undisturbed at room temperature to cool slowly for a day you will obtain the crystals of copper sulfate in the china dish. അതിനാണ് നമ്മൾ എന്താ പറയാടാ, ക്രിസ്റ്റലൈസേഷൻ. അപ്പം കോപ്പർ സൾഫേറ്റിന്റെ ഇംപ്യൂർ ആയിട്ടുള്ളതിനകത്തുനിന്ന് പ്യൂർ ആക്കുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താ, പ്യൂർ കോമ്പണന്റ്, പ്യൂർ ആയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് that is crystallization. Crystallization. കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് ആയിട്ട് നമുക്ക് കിട്ടും, അതിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് how can we obtain pure copper sulfate from an impure sample via എന്താടാ, by doing, എന്ത് ചെയ്യുമ്പോഴാടാ, by doing crystallization. ക്രിസ്റ്റലൈസേഷൻ. അപ്പൊ ക്രിസ്റ്റലൈസേഷൻ ക്ലിയർ ആയില്ലേടാ? നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, കവർ ദ സൊല്യൂഷൻ വിത്ത് ഫിൽട്ടർ പേപ്പർ വെച്ചിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഒരു ഡേ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, റൂം ടെമ്പറേച്ചറിൽ തന്നെ കീപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് ക്രിസ്റ്റൽസ് ഓഫ് കോപ്പർ സൾഫേറ്റ് കിട്ടും. അതിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, the crystallization method is used to purify solids. അപ്പൊ ക്രിസ്റ്റലൈസേഷൻ മെത്തേഡ്സ് നമ്മള് സോളിഡ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, ക്രിസ്റ്റലൈസേഷൻ. ക്രിസ്റ്റലൈസേഷൻ ഇസ് എ മെത്തേഡ് യൂസ്ഡ് ടു പ്യൂരിഫൈ സോളിഡ്സ്. സോളിഡ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ യൂസ് ചെയ്യുന്നത്. സോൾട്ട് വി ഗെറ്റ് ഫ്രം സീ വാട്ടർ ക്യാൻ ഹാവ് മെനി ഇംപ്യൂരിറ്റീസ് ഇൻ ഇറ്റ് അല്ലെ. നമുക്ക് ഉപ്പില്ലേടാ, നമ്മൾ കഴിക്കുന്ന ഉപ്പ് കിട്ടുന്നത് കടൽ ജലത്തിൽ നിന്നാണ് അല്ലെ. സീ വാട്ടറിനാണ് നമുക്ക് സോൾട്ട് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് കിട്ടുന്നത്. ഓക്കെ, അതിനകത്ത് ഒരുപാട് കടലല്ലേടാ, കടലിൽ ഒരുപാട് ഇംപ്യൂരിറ്റീസ് ഉണ്ടാവില്ലേ. എല്ലാ തരം ഇംപ്യൂരിറ്റീസ് ഉള്ളത് എവിടെയാ, കടലിലാണ് അല്ലെ. ലാസ്റ്റിൽ എത്തുന്ന അൾട്ടിമേറ്റ് ആയിട്ട് കടലിലാണല്ലേ എത്തുന്നത്. അപ്പം സോ അതിനകത്ത് ഒരുപാട് എന്തുണ്ടാവും, ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും അല്ലെ. സോ നമുക്ക് അതിനെ റിമൂവ് ചെയ്യണം. ഓക്കെ, ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ദ പ്രോസസ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഇസ് യൂസ്ഡ്. അപ്പം സീ വാട്ടറിലുള്ള സോൾട്ടിന്റെ അകത്തുള്ള ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക, വി യൂസ് ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, നമ്മൾ ക്രിസ്റ്റലൈസേഷൻ ടെക്നിക് ഉപയോഗിച്ചിട്ടാണ് സീ വാട്ടറിലുള്ള ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്തിട്ട് സോൾട്ട്, പ്യുവർ സോൾട്ട് ആയിട്ട് കിട്ടുന്നത്. Crystallization is a process that separates a pure solid in the form of its crystal from a solution. ഒരു സൊല്യൂഷന്റെ അകത്തുനിന്ന് അതിന്റെ പ്യുവർ ഫോം ഓഫ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നതാണ്. നേരത്തെ നമ്മൾ കോപ്പർ സൾഫേറ്റിനെ സൊല്യൂഷൻ ആക്കിയിട്ടല്ലേ ഇടാ ചെയ്ത്, അതിനാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയാം. ക്രിസ്റ്റലൈസേഷൻ ടെക്നിക് ഇസ് ബെറ്റർ ദാൻ സിമ്പിൾ ഇവാപറേഷൻ ടെക്നിക് അല്ലെ. സിമ്പിൾ ഇവാപറേഷൻ ഇപ്പൊ നമ്മള് സോൾട്ടും വെള്ളവും സെപ്പറേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇവാപറേഷൻ ചെയ്യല്ലേ ചെയ്യുന്നത്. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് എന്ത്, ക്രിസ്റ്റലൈസേഷൻ ടെക്നിക്. അതായത് ചില സോളിഡ്സ് എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്യും. ചില ആൾക്കാര് സോളിഡ്സ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അത്
ഡീകമ്പോസ് ആയി പോവും. പക്ഷെ ക്രിസ്റ്റലൈസേഷൻ ചെയ്യുമ്പോൾ ആ പ്രശ്നം വരില്ല. സോ സം സോൾട്സ് ഡീകമ്പോസ് ഓർ സം ലൈക്ക് ഷുഗർ മേ ഗെറ്റ് ചാർഡ് ഓൺ ഹീറ്റിംഗ് അല്ലെ. അപ്പം പഞ്ചസാര എന്ന് പറയുന്ന കാർബണിന്റെ ഒരു കോമ്പൗണ്ട് അല്ലേടാ. പഞ്ചസാരയൊക്കെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് കുറെ നേരം ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും, കരിയാൻ ചാൻസ് ഉണ്ട് അല്ലെ, കാർബണ. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് ചിലപ്പം ഡീകമ്പോസ് ആയി പോവും, അല്ലെങ്കിൽ ഷാറിങ് സംഭവിക്കും അല്ലെ. അപ്പം അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. Some impurities may remain dissolved in the solution even after filtration. On evaporation, these contaminate the solid. ചില ആൾക്കാര് ചില ഇംപ്യൂരിറ്റീസ് നമ്മള് സൊല്യൂഷനിൽ തന്നെ ഡിസോൾവ് ആയിരിക്കും. നമ്മൾ സൊല്യൂഷനെ നമ്മൾ എന്താ ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക അല്ലെ ചെയ്യുക. ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാലും സൊല്യൂഷന്റെ അകത്ത് ചില ഇംപ്യൂരിറ്റീസ് ഡിസോൾവ് ആയിട്ട് ഉണ്ടാവും. സോ അത് കണ്ടാമിനേറ്റ് ചെയ്യും, വീണ്ടും ഫെർദർ കണ്ടാമിനേഷൻ ഉണ്ടാക്കും. സോ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താ, ക്രിസ്റ്റലൈസേഷൻ ആണ്. സോ ക്രിസ്റ്റലൈസേഷൻ ടെക്നിക് ഇസ് ബെറ്റർ ദാൻ സിമ്പിൾ ഇവാപറേഷൻ ടെക്നിക്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ക്രിസ്റ്റലൈസേഷന്റെ ആപ്ലിക്കേഷൻസ്. എന്തൊക്കെ സ്ഥലത്താണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ യൂസ് ചെയ്യുന്നത്? സോ ആപ്ലിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, പ്യൂരിഫിക്കേഷൻ ഓഫ് സാൾട്ട് ദാറ്റ് വി ഗെറ്റ് ഫ്രം സീ വാട്ടർ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചല്ലേ, സോൾട്ടിനെ പ്യൂരിഫൈ ചെയ്യുന്നത് നമ്മള് സീ വാട്ടറിന് കിട്ടുന്ന സാൾട്ടിനെ നമ്മള് ക്രിസ്റ്റലൈസേഷൻ ടെക്നിക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്നത്. സെപ്പറേഷൻ ഓഫ് ക്രിസ്റ്റൽസ് ഓഫ് ആലം ഫ്രം ഇംപ്യൂർ സാമ്പിൾസ്. അപ്പം ആലത്തിന്റെ ക്രിസ്റ്റൽസിന്റെ ഇംപ്യൂർ സാമ്പിൾസ് നിന്ന് അതിന്റെ സെപ്പറേഷനും, ആലം എന്ന് പറയുന്ന ഒരു ആലം ഇല്ലേടാ, അത് നമ്മള് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ക്രിസ്റ്റലൈസേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? എന്തൊക്കെ പഠിച്ചു? നമ്മള് ഡിസ്റ്റിലേഷൻ പഠിച്ചു, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പഠിച്ചു, ക്രിസ്റ്റലൈസേഷൻ പഠിച്ചു അല്ലെ. ക്രിസ്റ്റലൈസേഷൻ പഠിച്ചു, ഡിസ്റ്റിലേഷൻ പഠിച്ചു, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പഠിച്ചു. ഇനി റിസർവോയർന്ന്, അതായത് വലിയ വലിയ വാട്ടർ റിസർവോയർന്നൊക്കെ നമ്മുടെ വീട്ടില് നമുക്ക് പൈപ്പ് വാട്ടറിൽ വെള്ളം കിട്ടുന്നുണ്ട് അല്ലെ. നമ്മൾ വലിയ റിസർവോയർന്നൊക്കെ നമുക്ക് പൈപ്പ് വാട്ടറിന് വെള്ളം കിട്ടുന്നുണ്ട്. എന്തൊക്കെ സ്റ്റേജസിലൂടെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ വെള്ളത്തിന്, റിസർവോയറിലുള്ള വെള്ളത്തിനെ എന്തൊക്കെ ടൈപ്പിലുള്ള പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ വീട്ടില് ഫ്രഷ് ആയിട്ടുള്ള നല്ല നല്ല ഹൈജീനിക് ആയിട്ടുള്ള വെള്ളം എങ്ങനെയാണ് കിട്ടുന്നത്, എന്തൊക്കെ പ്രൊസീജിയറിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് എന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ ഇതാണ് റിസർവോയർ. ഇതാണ് റിസർവോയർ, ഇവിടെയാണ് വെള്ളം ഇരിക്കുന്നത്. ഓക്കെ, ഈ റിസർവോയറിലുള്ള വെള്ളത്തിന് ഇതുവഴി ഒരു പൈപ്പ് വഴി എന്ത് ചെയ്യും, സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് വിടും. ഓക്കെ, സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് വിടും. അപ്പം റിസർവോയറിൽ ഇരിക്കുന്ന വാട്ടർ സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് പോകും. സെഡിമെന്റേഷൻ ടാങ്കിൽ എന്താ സംഭവിക്കുക, സെഡിമെന്റേഷൻ സംഭവിക്കില്ലേ. സെഡിമെന്റേഷൻ ടാങ്കില് അതായത് ഈ റിസർവോയറിലെ വെള്ളം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പ്യുവർ വെള്ളമാണെന്നാണോ? അല്ല, റിസർവോയറിൽ ഒരുപാട് 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 ഇംപ്യൂരിറ്റീസ് ഉള്ള മോശം വെള്ളമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, മോശം വെള്ളമായിരിക്കും ഉണ്ടാവുക. ഈ റിസർവോയറിന് സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് ഇടുന്ന സമയത്ത് സോളിഡ്സ് ഒക്കെ എന്ത് ചെയ്യും, സെറ്റിൽ ആവും. ഓക്കെ, സെഡിമെന്റേഷൻ നടക്കും, സോളിഡ്സ് ഒക്കെ താഴെ സെറ്റിൽ ആവും. ഓക്കെ, അപ്പം ഇവിടെ എന്ത് ചെയ്യും, താഴത്തെ പോർഷനിൽ സോളിഡ്സ് ആയിട്ടുള്ള കോമ്പണൻസ് ഒക്കെ സെറ്റിൽ ആവും സെഡിമെന്റേഷൻ ടാങ്കിൽ വരുമ്പോ. ഓക്കെ, സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോകുന്ന അറിയോടാ, ലോഡിംഗ് ടാങ്കിലേക്ക് പോകും. അപ്പം സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് ലോഡിംഗ് ടാങ്കിലേക്ക് പോകും. ലോഡിംഗ് ടാങ്കിൽ വെച്ചിട്ട് ടു സെഡിമെന്റ് ദ സസ്പെൻഡഡ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസിനൊക്കെ എന്ത് ചെയ്യും, തോക്കും. സസ്പെൻഡഡ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസിനെയാണ് നമ്മൾ ലോഡിംഗ് ടാങ്ക് എന്ന് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സസ്പെൻഡഡ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ഉണ്ട്, സെഡിമെന്റ് ചെയ്യുന്ന സോളിഡ് ഇംപ്യൂരിറ്റീസ് ഉണ്ട്. അപ്പം ആ രണ്ട് ടൈപ്പ് ഓഫ് ഇംപ്യൂരിറ്റീസും നമ്മൾ കളഞ്ഞു. ഓക്കെ, ആ രണ്ട് ഇംപ്യൂരിറ്റീസും കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ ഒരു ഫിൽട്രേഷൻ ടാങ്കിലേക്ക് വിടും. ഓക്കെ, ഫിൽട്രേഷൻ ടാങ്ക്, അവിടെയാണ് നല്ല വൃത്തിക്കുള്ള ഒരു ഫിൽട്രേഷൻ പ്രൊസീജിയർ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഫിൽട്രേഷൻ ടാങ്ക് എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഫിൽട്രേഷൻ ടാങ്ക്. ഓക്കെ, അപ്പൊ നമ്മള് ലോഡിംഗ് ടാങ്കിന്ന് വെള്ളം എവിടേക്ക് പോയിടാം, സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് പോയി. ലോഡിംഗ് ടാങ്കിന്ന് സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് പോയി
ദാറ്റ് മീൻസ് സോറി, ലോഡിംഗ് ടാങ്ക് നിന്ന് ഫിൽട്രേഷൻ ടാങ്കിലേക്ക് പോയി അല്ലെ. സെഡിമെന്റേഷൻ ടാങ്ക് ഫസ്റ്റ് കഴിഞ്ഞു, പിന്നെ ലോഡിംഗ് ടാങ്കിലെത്തി. ലോഡിംഗ് ടാങ്ക് നിന്ന് ഫിൽട്രേഷൻ ടാങ്കിലേക്ക് പോയി. ഫിൽട്രേഷൻ ടാങ്കിൽ കുറെ ആൾക്കാരെ കണ്ടു നിങ്ങള്. ഫിൽട്രേഷൻ ടാങ്കിൽ മെയിൻ ആയിട്ട് സാൻഡിന്റെ ഒരു ലെയർ വെച്ചിട്ടാണ്. സാൻഡിലെ ലെയർ വെച്ചിട്ടാണ് അവിടെ ഫിൽട്രേഷൻ മെയിൻ ആയിട്ട്. സാൻഡ് ഗ്രേവൽ യൂസ് ചെയ്തിട്ട് കോഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രേവൽ ഉണ്ടാവും. ഈ ഗ്രേവൽ വഴി ഈ ഒരു ഓൾട്ടർനേറ്റീവ്, അവിടെയാണ് കുറെ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉള്ള, അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഫിൽട്രേഷൻ നടക്കുന്നത്. ഓക്കെ, അവിടുന്ന് ഭയങ്കരമായിട്ട് ഫിൽട്രേഷൻ നടക്കുക. അപ്പം ഉള്ള വേസ്റ്റസ് മുഴുവൻ എന്ത് ചെയ്യും, ഇവിടെ അടിഞ്ഞുകൂടും. ഓക്കെ, എല്ലാ വേസ്റ്റസും ഇവിടെ തന്നെ വരും. പിന്നെ ഈ പോർഷൻ നമ്മൾ ബാക്ക് വാഷിങ്ങിലൊക്കെ ഇവിടെയാണ്. ബാക്ക് വാഷിംഗ് എന്ന് പറയുന്ന ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അപ്പം എല്ലാ ഇംപ്യൂരിറ്റീസിനെയും നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് ഈ ഫിൽട്രേഷൻ ടാങ്കിൽ നിന്ന് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഓക്കെ, ഈ ഫിൽട്രേഷൻ ടാങ്ക് നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ടാങ്കിലേക്ക് വിടും. അവിടെ നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിന് ക്ലോറിനേഷൻ നടക്കും. ഓക്കെ, വെള്ളത്തിന് എന്ത് ചെയ്യും, ക്ലോറിനേഷൻ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ, ബാക്ടീരിയാസിനൊക്കെ ഇനി എന്തെങ്കിലും റിമൈനിങ് ആയിട്ട് എന്തെങ്കിലും ഇംപ്യൂർ ആയിട്ടുള്ള ഏറ്റവും മൈന്യൂട്ട് ലെവലിൽ എന്തെങ്കിലും ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിലും ഫർദർ ക്ലോറിനേഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ക്ലോറിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണെന്ന് അറിയൂടാ. ക്ലോറിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ടൈം അത് ലാസ്റ്റ് ചെയ്യും. അതിന്റെ ഒരു കപ്പാസിറ്റി അത് ലാസ്റ്റ് ചെയ്യും. ലൈക്ക് ഇംപ്യൂരിറ്റീസ്, ഇനി ഫർദർ ഇംപ്യൂരിറ്റീസ് വന്നു കഴിഞ്ഞാലും അത് ക്ലോറിനേറ്റഡ് ആണെങ്കിൽ കുറച്ച് അത് റെസിസ്റ്റ് ചെയ്യും. സോ അതാണ് ക്ലോറിനേഷൻ ചെയ്യുന്നത്. വെള്ളമൊക്കെ നമുക്ക് ക്ലോറിനേറ്റഡ് വാട്ടർ അല്ലേ, പൈപ്പ് വാട്ടറിനൊക്കെ കിട്ടുന്നത്. സോ ക്ലോറിനേഷൻ ചെയ്യും. ക്ലോറിനേഷൻ ചെയ്തിട്ട് ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ ഒക്കെ കിൽ ചെയ്യും. ഓക്കെ, അങ്ങനെ ക്ലോറിനേഷനും കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജിൽ ക്ലോറിനേഷനും കഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് നമുക്ക് വീട്ടിൽ കിട്ടുന്നത്. ടാപ്പ് വഴി നമുക്ക് വീട്ടിൽ കിട്ടുന്നത് ക്ലോറിനേഷനും ചെയ്തതിന് ശേഷമുള്ള പ്യുവർ ആയിട്ടുള്ള വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം എന്തൊക്കെ സ്റ്റേജ് ഓഫ് സെപ്പറേഷനിലൂടെയാണ് നമ്മുടെ ഈ ടാങ്ക് ഈ പാസ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഇംപ്യൂർ വാട്ടർ അല്ലെങ്കിൽ റിസർവോയറിലെ വാട്ടർ ഏതൊക്കെ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷനിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് നോക്കിയേ നിങ്ങള്. ഫസ്റ്റ് സെഡിമെന്റേഷൻ ടാങ്കിൽ പോവും, അവിടെ നിന്നിട്ട് സോളിഡ്സ് എല്ലാം സെറ്റിൽ ചെയ്യും. എന്നിട്ട് ലോഡിംഗ് ടാങ്കിൽ പോവും അല്ലെ. അവിടെ ആവുമ്പോ എന്താ ചെയ്യാ, സസ്പെൻഡഡ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ഒക്കെ അവിടുന്ന് ലോഡിംഗ് ടാങ്ക് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും അല്ലെ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിൽട്രേഷൻ ടാങ്കിൽ പോകും അല്ലെ. ആ ഫിൽട്രേഷൻ ടാങ്കിൽ നിന്നാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിൽട്രേഷൻ ഒക്കെ നടക്കുന്നത് അല്ലെ. ആ ഫിൽട്രേഷൻ ടാങ്കിൽ നിന്ന് സാൻഡ് ബെഡിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യും, ഇവിടെ ഒരു ഫിൽട്രേഷൻ നടക്കും, പക്കാ ഫിൽട്രേഷൻ നടക്കും. എന്നിട്ടും കിട്ടുന്ന പ്യുവർ വാട്ടറിന് നമ്മള് കുറച്ചും കൂടി ബെറ്റർ വാട്ടറിന് നമ്മള് ക്ലോറിനേഷൻ ചെയ്യും. ക്ലോറിനേഷൻ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, എല്ലാ ബാക്ടീരിയാസിനെയും ഒക്കെ അത് കില്ല് ചെയ്യും. എന്നിട്ടാണ് നമുക്ക് വീട്ടില് വെള്ളം കിട്ടുന്നത് അല്ലെ, പൈപ്പ് വഴി വെള്ളം കിട്ടുന്നത്. ഇത്രയും ത്രൂ വേരിയസ് ദീസ് മെത്തേഡ്സ് വഴി എന്താ ഉള്ള ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് വെള്ളം വീട്ടില് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ ഈ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ. ഇതൊരു സെപ്പറേഷൻ മെത്തേഡിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള ലെവലിലാണ് ഈ ഒരു ഡയഗ്രാം കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ആടാ പഠിച്ചത്, ഇതുവരെ നമ്മൾ പഠിച്ച മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻസ് ഏതൊക്കെയായിരുന്നു? നമ്മള് നമ്മള് ഇങ്കിന്റെ സെപ്പറേഷൻ പഠിച്ചു അല്ലെ. ഇങ്കിന്റെ അകത്ത് ഡൈയും വാട്ടറും ഉണ്ട്. നമ്മൾ ഇവാപറേഷൻ ടെക്നിക് വഴി സെപ്പറേറ്റ് ചെയ്തു. പിന്നെ സെൻട്രിഫ്യൂഗേഷൻ പഠിച്ചു, മിൽക്കിന്റെ സെപ്പറേഷൻ അല്ലെ. പിന്നെ നമ്മള് ക്രൊമാറ്റോഗ്രാഫി പഠിച്ചു അല്ലെ. കളറില് ഫിൽട്ടർ പേപ്പറിന്റെ അകത്ത് ഒരു ഇങ്ക് ഇട്ടിട്ട് ഇങ്കിന്റെ അകത്തുള്ള കോമ്പണൻസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ക്രൊമാറ്റോഗ്രാഫി ടെക്നിക് യൂസ് ചെയ്തു. പിന്നെ നമ്മൾ ഏത് ടെക്നിക്കാ യൂസ് ചെയ്തേ, ഡിസ്റ്റിലേഷൻ പഠിച്ചു അല്ലെ. ഡിസ്റ്റിലേഷൻ പഠിച്ചു, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പഠിച്ചു. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന്റെ അകത്തുനിന്ന് എയറിനെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു അല്ലെ. അത് പഠിച്ചു. ലാസ്റ്റ് നമ്മള് എന്താ വീട്ടിലെ ടാങ്കില്, വീട്ടിലെ പൈപ്പില് എങ്ങനെയാണ്, വീട്ടിലെ ടാപ്പിൽ എങ്ങനെയാ വെള്ളം എത്തുന്നതെന്ന് നമ്മള് വേരിയസ് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ കണ്ടു. ലോഡിംഗ് സെഡിമെന്റേഷൻ ടാങ്ക്, ലോഡിംഗ് ടാങ്ക്, പിന്നെ എന്താ ഫിൽട്രേഷൻ ടാങ്ക്, അങ്ങനെ ക്ലോറിനേഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ വെള്ളം എത്തുന്നെന്ന് കണ്ടു. ഇനി നമ്മള് ഈ ചാപ്റ്ററിന്റെ
വേറെ ഒരു സിമ്പിൾ ആസ്പെക്ട്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തു, ചാപ്റ്ററിനകത്ത് മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രം ആഡ് ചെയ്തതാണ്. ഓക്കെ, അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്യാം അല്ലെ. അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ ചാപ്റ്റർ. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ചേഞ്ച് എന്താണെന്നറിയാം അല്ലെ. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എനി പ്രോസസ് ദാറ്റ് ആൾട്ടേഴ്സ് വൺ ഓർ മോർ പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ് അല്ലെ. എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ എന്തെങ്കിലും ഒന്നോ അതിലധികമോ പ്രോപ്പർട്ടീസിൽ ആൾട്രേഷൻ വരുത്തി കഴിഞ്ഞാൽ അതിനെയാണ് ചേഞ്ച് എന്ന് പറയുക. എല്ലാം ചേഞ്ച് ആണ് അല്ലെ. നമുക്ക് സറൗണ്ടിങ്സ് ഇഷ്ടം പോലെ ചേഞ്ചസ് ഉണ്ട് അല്ലെ. എല്ലാത്തിനും ചേഞ്ചസ് ഉണ്ട് അല്ലെ. പുതിയ റോഡ്സ് വരുന്നു, പുതിയ ബിൽഡിങ്സ് വരുന്നു, അതും ഒരു ചേഞ്ച് ആണ് അല്ലെ. കെമിസ്ട്രിയിൽ നോക്കുമ്പോ ചേഞ്ച് ആണോ അത്? അതൊക്കെ എന്താണ്? ചേഞ്ച് ആണ് അല്ലെ. എല്ലാം ചേഞ്ച് ആണ് അല്ലെ. ഫുഡ് ഉണ്ടാക്കുന്നു, ഫുഡ് കഴിക്കുന്നു, അതൊരു ചേഞ്ച് അല്ലേ. നമ്മൾ റെസ്പയർ ചെയ്യുന്നു, ഞാൻ സംസാരിക്കുന്നു, കുറെ നേരം സംസാരിക്കാതിരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, ദാറ്റ് ഈസ് എ ചേഞ്ച് അല്ലെ. എല്ലാം ചേഞ്ച് ആണ് അല്ലെ. ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, ആ ഒരു ചേഞ്ചസിനെ നിങ്ങൾക്ക് വേറെയും ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവുക പേപ്പർ കത്തിക്കുന്ന എക്സാമ്പിൾ അല്ലെ. വുഡ് ബേണിംഗ് ഓഫ് എ വുഡ് ഒക്കെ അല്ലേ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ചേഞ്ചസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ബ്രോഡായിട്ട്. യു ഓൾ നോ അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഫിസിക്കൽ ചേഞ്ചസും ഉണ്ട്, അല്ലെങ്കിൽ ടെമ്പററി ചേഞ്ചസും ഉണ്ട്, ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഓർ പെർമനന്റ് ചേഞ്ച്. അപ്പം ചേഞ്ചസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്, കെമിക്കൽ ചേഞ്ചസും ഉണ്ട്. രണ്ട് ടൈപ്പിലാണ് ചേഞ്ചസ്. ഫിസിക്കൽ ഓർ ടെമ്പററി ചേഞ്ചും ഉണ്ട്, കെമിക്കൽ ഓർ പെർമനന്റ് ചേഞ്ചും ഉണ്ട്. ഓക്കെ, ഇതാണ് ചേഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ. ഞാൻ ബോർഡിൽ കുറെ ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തൊക്കെ ചേഞ്ചസ് ആ ഉള്ളത്? ഇതെന്താ? കേർഡ് ആവുന്നത് അല്ലെ. മിൽക്കുന്ന കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് എന്നാ പറയാം. കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മിൽക്കുന്ന പാല് തൈരായിട്ട് മാറുന്നു അല്ലെ. അതൊരു ചേഞ്ച് അല്ലേ. ഇനീഷ്യലി അത് പാലായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോ അതെന്തായി? തൈരായിട്ട് മാറി അല്ലെ. ദാറ്റ് ഈസ് കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് ആസ് എ ചേഞ്ച് അല്ലെ. ആൻഡ് ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോക്ക് പൗഡർ ആണ്. എടാ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, ഇത് ചോക്ക് പൗഡർ ആണ്. ഈ ചോക്ക് പൗഡർ ഞാൻ എങ്ങനെയാ ചോക്ക് പൗഡർ ഉണ്ടാക്കുന്നത്? ചോക്ക് പൗഡർ എങ്ങനെയാ ഉണ്ടാക്കുന്നത്? ചോക്ക് പൗഡറിനെ ഞാൻ ചോക്ക് പൗഡർ ഉണ്ടാക്കാൻ ഞാൻ ചോക്കിനെ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടാണ് എനിക്ക് ചോക്ക് പൗഡർ കിട്ടുന്നത് അല്ലെ. ആ ചോക്ക് പൗഡറിന്റെ അകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഓക്കെ, ചോക്ക് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് എനിക്ക് ചോക്ക് പൗഡർ കിട്ടി. ആ ചോക്ക് പൗഡറിന്റെ അകത്ത് ഞാൻ കുറെ വെള്ളം ഒഴിച്ചു. ഓക്കെ, എന്നപ്പോ എനിക്കൊരു മിക്സ്ചർ, ഒരു പേസ്റ്റ് പോലെ കിട്ടൂലേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ? അതൊക്കെ ചേഞ്ചസ് ആണ് അല്ലെ. ചോക്കിനെ പൗഡർ ആക്കുന്നത് ഒരു ചേഞ്ചാ, ആൻഡ് ചോക്ക് പൗഡറിന്റെ അകത്ത് ഞാൻ വെള്ളം ഒഴിക്കുന്നത് വേറൊരു ചേഞ്ചാ. ആൻഡ് വെള്ളം ഒഴിച്ച് കുറച്ച് കഴിഞ്ഞ് മിക്സ് ചെയ്ത് ഒരു ചോക്കിന്റെ ഷേപ്പിൽ എനിക്ക് വേണമെങ്കിൽ വീണ്ടും എന്തുണ്ടാക്കാൻ പറ്റൂടാ? ചോക്കായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അല്ലെ. ഞാൻ പൊട്ടിച്ചു കളഞ്ഞ ചോക്കിനെ എനിക്ക് വേണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതും എന്താണ്? ചേഞ്ച് ആണ്. ചോക്ക് പൊടീൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും എനിക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ചോക്ക് ഉണ്ടാക്കാനും പറ്റും. അതൊരു ചേഞ്ച് ആണ് അല്ലെ. നെക്സ്റ്റ് വേറെ എന്താ? ബേണിംഗ് ഓഫ് വുഡ്. ബേണിംഗ് ഓഫ് വുഡ് ചേഞ്ച് അല്ലേടാ. ഇനീഷ്യലി വുഡ് എന്ന് പറയുന്നത് എന്താ? വുഡ് ആയിട്ടിരിക്കുക അല്ലെ. കുറച്ച് പീസസ് ഓഫ് വുഡ് ആയിട്ടിരിക്കാം. ഫയർ ചെയ്യുന്ന സമയത്ത് വുഡ് എന്തായിട്ട് മാറിയടാ? ആഷസ് ആയിട്ട് മാറി അല്ലെ. വുഡ് ബേൺ ചെയ്തിട്ട് ആഷ് ഉണ്ടായി. ബേണിംഗ് ഓഫ് വുഡ് എന്ന് പറയുന്നത് എന്താടാ? ചേഞ്ച് ആണ് അല്ലെ. ഒരു ചേഞ്ച് ആണ് അല്ലെ. നെക്സ്റ്റ് കണ്ടോടാ, മെൽറ്റിംഗ് ഓഫ് ഐസ്. ഐസ് ക്യൂബ്സ് ആണുള്ളത് അല്ലെ. ഇമേജിനകത്ത് ഐസ് ക്യൂബ് ഉണ്ട്. ഐസ് ക്യൂബിനകത്ത് കുറച്ച് ചൂട് കിട്ടുമ്പോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചും കൂടി കൂടുന്ന സമയത്ത് ഐസ് എന്ത് ചെയ്യൂടാ? ഐസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ദാറ്റ് ഈസ് മെൽറ്റിംഗ് ഓഫ് ഐസ്. അതെന്താണ്? ഒരു ചേഞ്ച് ആണ് അല്ലെ. മെൽറ്റിംഗ് ഓഫ് ഐസ്. ഈ ഐസിനെ ഞാൻ വെള്ളാക്കി മാറ്റി, ടെമ്പറേച്ചർ കൊടുത്തിട്ട് വെള്ളാക്കി മാറ്റി. ഈ വെള്ളത്തിന് എനിക്ക് വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടൂടാ? ഐസ് ക്യൂബ്സ് തിരിച്ചു കിട്ടും അല്ലെ. ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഐസ് ക്യൂബ് കിട്ടും. സോ എന്താണ് ഇത്? എനിക്ക് റിവേഴ്സിബിൾ ആണ് അല്ലെ. ഇതെനിക്ക് ഐസിനെ വെള്ളാക്കാനും പറ്റും, വെള്ളത്തിന് ഐസ് ആക്കാനും പറ്റും. നേരത്തെ ചോക്ക് പൗഡർ ചെയ്തതുപോലെ ചോക്കിനെ എനിക്ക് പൊടിച്ച് പൗഡർ ആക്കാനും പറ്റും, ചോക്കിനെ പൗഡർ ആക്കാനും പറ്റും, തിരിച്ചെനിക്ക് പൗഡറിനകത്ത് വെള്ളം മിക്സ് ചെയ്തിട്ട് അഗെയിൻ എനിക്ക് ചോക്ക് ഉണ്ടാക്കാനും പറ്റും. സോ ഇത് രണ്ടും ഒരു സിമിലർ ചേഞ്ച് ഉണ്ട് അല്ലെ. സിമിലാരിറ്റി തോന്നുന്നുണ്ട്.
ആൻഡ് വുഡിനെ എനിക്ക് കത്തിച്ചു, ആഷാക്കി. ആഷിനെ എനിക്ക് വുഡാക്കാൻ പറ്റില്ല അല്ലെ, അതെല്ലാവർക്കും അറിയാം അല്ലെ. ആഷിനെ പിന്നെയും തിരിച്ച് എനിക്ക് പഴയ വുഡാക്കി മാറ്റാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, വേറെന്താ ചേഞ്ച്? ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ. സോൾട്ടും ഉണ്ട് ഷുഗർ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാണ് ആഡ് ചെയ്യാം. വെള്ളം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ മേക്കിംഗ് ഓഫ് ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ, അതും ഒരു ചേഞ്ച് അല്ലെ. ഇനീഷ്യലി വെള്ളവും ഷുഗറും ആയിട്ട് കിടക്കുക, ഞാൻ എന്ത് ചെയ്യാം, മിക്സ് ചെയ്തിട്ട് സ്റ്റെർ ചെയ്തിട്ട് എന്തുണ്ടാക്കാണ്, സൊല്യൂഷൻ ഉണ്ടാക്കുക. അതും എന്താണ്, ചേഞ്ച് ആണ്. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നതെല്ലാം എന്താ, ചേഞ്ചസിന്റെ എക്സാമ്പിൾസ് ആണ് അല്ലെ. കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് ഉണ്ട്, മിക്സിംഗ് ഓഫ് ചോക്ക് പൗഡർ വിത്ത് വാട്ടർ ഉണ്ട്, മെൽറ്റിംഗ് ഓഫ് ഐസ് ഉണ്ട്, ബേണിംഗ് ഓഫ് വുഡ് ഉണ്ട്, പിന്നെ എന്താ, മേക്കിംഗ് ഷുഗർ സൊല്യൂഷൻ അല്ലെ. ഇതൊക്കെ ചേഞ്ച് അല്ലെ. ആൻഡ് ചേഞ്ചസ് 2 ടൈപ്പ് ഉണ്ട്, ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്, കെമിക്കൽ ചേഞ്ചസും ഉണ്ട് നമ്മൾ പറഞ്ഞു. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിസിക്കൽ അപ്പിയറൻസ് ഓർ ഫോം മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. ഓക്കെ, ഒരു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോം മാത്രമേ മാറുള്ളൂ. അതായത് സോളിഡ് ഐസ് ആയിരുന്നു, സോളിഡ് ഐസ് ലിക്വിഡ് ആകത്തും അതിന്റെ ഒരു ഫോം മാറിയില്ല, അതിന്റെ ഒരു അപ്പിയറൻസ് മാറിയിട്ടുള്ളൂ. പക്ഷെ രണ്ടും H2O തന്നെയാണ് അല്ലെ, രണ്ടും വാട്ടർ ആണ് അല്ലെ. സോ അതെന്താണ്, ഫിസിക്കൽ ചേഞ്ച് ആണ്. അവിടെ പുതിയ സബ്സ്റ്റൻസ് എന്തെങ്കിലും ഫോം ചെയ്യുന്നുണ്ടോടാ? ഐസ് വെള്ളമാവുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണെന്ന് പറഞ്ഞു. ഐസാണ്, ഐസാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ, H2O ആണ് അല്ലെ. പുതിയ കോമ്പൗണ്ട്സ്, പുതിയ സാധനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. സോ ദാറ്റ് ഇസ് എ ഫിസിക്കൽ ചേഞ്ച്. അതെന്താണ്, ഫിസിക്കൽ ചേഞ്ച് ആണ്. പിന്നെന്ന് പറയുന്നത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നതാണ് കെമിക്കൽ ചേഞ്ചസ് അല്ലെ. കെമിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെമിക്കൽ പ്രോപ്പർട്ടിയിൽ വ്യത്യാസം വരും. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരുന്നതിനാണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയാ. ഫിസിക്കൽ ചേഞ്ചിന്റെ അത് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഒന്നും വ്യത്യാസം വരില്ല, അതിന്റെ ഫോം മാത്രമേ മാറുള്ളൂ, പുതിയ കോമ്പൗണ്ട്സ് ഒന്നും ഫോം ചെയ്യില്ല. പക്ഷേ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെമിക്കൽ പ്രോപ്പർട്ടീസ് മാറും, ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യും. ഇപ്പൊ ബേണിംഗ് ഓഫ് വുഡ് ഇല്ലേടാ, ബേണിംഗ് ഓഫ് വുഡ് എന്ന് പറയുന്നത്, ബേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, കെമിക്കൽ ചേഞ്ച് ആണ് കേട്ടോ. ബേണിംഗ് ഓഫ് വുഡ്, ബേണിംഗ് എന്ന് പറയുന്നത് എന്താടാ, കെമിക്കൽ ചേഞ്ച് ആണ്. സോ ബേണിംഗ് ഓഫ് വുഡ് എന്ന് പറയുന്നത് കെമിക്കൽ ചേഞ്ച് ആണ്. അവിടെ ഒരു പുതിയൊരു ഫോം ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടാവുകയാണ് അല്ലെ. എന്താ ബേണിംഗ് ചെയ്തപ്പോ ഉണ്ടായത്, ആഷസ് ഉണ്ടായി അല്ലെ. ആഷസ് ഉണ്ടായി, അതിന് എനിക്ക് തിരിച്ച് വുഡാക്കാൻ പറ്റുമോ, ഇല്ല അല്ലെ. സോ ജനറലി ഇതെന്താണ്, ഇറവേഴ്സിബിൾ ആണ് അല്ലെ. ജനറലി കെമിക്കൽ ചേഞ്ചസ് ആർ ഇറവേഴ്സിബിൾ. ആൻഡ് ഞാൻ പറഞ്ഞു വെള്ളത്തിനെ എനിക്ക് ഐസ് ആക്കാം, ഐസിനെ വെള്ളമാക്കാം. ചോക്ക് പൗഡറിനകത്ത് എനിക്ക് ക്രഷ് ചെയ്യാം, ചോക്കിനെ ക്രഷ് ചെയ്ത് പൗഡർ ആക്കാം, പൗഡറിനകത്ത് വാട്ടർ ആഡ് ചെയ്ത് എനിക്ക് ചോക്കാക്കി മാറ്റാൻ പറ്റും. അതൊക്കെ എന്താണ്, ഫിസിക്കൽ ചേഞ്ച് ആണ്. ജനറലി എങ്ങനത്തെയാണ്, റിവേഴ്സിബിൾ ആണ് അല്ലെ. ഇത്രയുമാണ് ചേഞ്ചസിൽ പഠിക്കാനുള്ളത്. സോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഫെമിലിയർ ക്വസ്റ്റ്യൻ ആണ്. എന്താ ബേണിംഗ് ഓഫ് കാൻഡിൽ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ചേഞ്ച് ആണ്? ബേണിംഗ് ഓഫ് കാൻഡിൽ എന്ന് പറയുന്നത് whether it is a physical change or chemical change. ഫിസിക്കൽ ചേഞ്ച് ആണോ, കെമിക്കൽ ചേഞ്ച് ആണോ ബേണിംഗ് ഓഫ് കാൻഡിൽ എന്ന് പറയുന്നത്? ഓക്കെ, ഇതിനകത്ത് എന്തുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഉണ്ട് അല്ലെ. ബേണിംഗ് ഓഫ് കാൻഡിൽ എന്ന് പറയുന്നത് ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഉണ്ട്. ഇതിനകത്ത് ഈ കാൻഡിലിന്റെ അകത്ത് വാക്സ് ഉണ്ട് അല്ലെ, വാക്സ് ഉണ്ട്. ഈ വാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് കിട്ടുന്ന സമയത്ത് വാക്സ് മെൽറ്റായി വരുന്നുണ്ട് അല്ലെ. മെൽറ്റായിട്ട് ഇവിടെ വാക്സ് ആയിട്ട് താഴേക്ക് വാക്സ് ആയിട്ട് മാറി വരുന്നുണ്ട് അല്ലെ. നിങ്ങൾക്ക് ഈ പോർഷൻ കാണാൻ പറ്റുന്നില്ലേടാ. അപ്പം ഒരു പോർഷനിലെ വാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചുറ്റിലുള്ള വാക്സ് എന്താ ചെയ്യുന്നത്, ഹീറ്റ് കിട്ടുന്ന സമയത്ത് മെൽറ്റ് ചെയ്തിട്ട് ജസ്റ്റ് താഴേക്ക് ഉരുകി വന്നിട്ട് വീണ്ടും ഇവിടെ തന്നെ ഡെപ്പോസിഷൻ ആയിട്ട് വരുന്നുണ്ട് അല്ലെ. ആ ഒരു പോർഷനിൽ നടക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ചാ. കാരണം ഈ വാക്സിനെ ഞാൻ എടുത്തിട്ട് ഞാൻ കുറച്ചും കൂടി ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെയും ടെമ്പറേച്ചർ കിട്ടുമ്പോൾ ഇത് പിന്നെയും മെൽറ്റ് ആയിട്ട് മാറും. ഓക്കെ, അത് മെൽറ്റ് ആയിട്ട് മാറും. അപ്പം അതെന്താണ്, ഫിസിക്കൽ ചേഞ്ച് ആണ് അല്ലെ. ഈ പോർഷനിലെ വാക്സ് മെൽറ്റ് ആയിട്ട് മാറിയിട്ട് വീണ്ടും വാക്സ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുക ചെയ്യുന്നത്, ദാറ്റ് ഇസ് എ ഫിസിക്കൽ ചേഞ്ച് അല്ലെ. അത് റിവേഴ്സിബിളും ആണ് അല്ലെ.
ആൻഡ് വേർ വാട്ട് അബൌട്ട് ദിസ് പോർഷൻ? ഈ ഒരു പോർഷന്റെ അകത്ത് കത്തുന്നില്ലേടാ. ഈ മെഴുകിന്റെ ഈ തിരി കത്തണമെങ്കിൽ, ഈ ക്യാൻഡിലിന്റെ ഒരു തിരി കത്തണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് വാക്സ് വേണം അല്ലെ. വാക്സ് ഉണ്ടെങ്കിലേ കത്തുള്ളൂ. ഓക്കെ, ആ ഒരു വാക്സ്, അവിടെ കത്തുന്ന വാക്സിനില്ലേടാ. ബേണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ? കെമിക്കൽ ചേഞ്ച് അല്ലെ. ബേണിംഗ് പ്രൊഡ്യൂസേഴ്സ് എന്തൊക്കെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന? ബേണിംഗ് പ്രൊഡ്യൂസേഴ്സ് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും ഇവിടെ? കാർബൺ ഡൈ ഓക്സൈഡ്. കരി ഉണ്ടാവുന്നില്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. സൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ടാവില്ലേ? ഇല്ലേ? നിങ്ങൾ വേണമെങ്കിൽ ഈ കത്തുന്നതിന്റെ മുകളിൽ നിങ്ങളൊരു പേപ്പർ, വൈറ്റ് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർബൺ പാർട്ടിക്കിൾസ് കാണാൻ പറ്റും, കരി കാണാൻ പറ്റും അല്ലെ. സോ ബേണിംഗ് ചെയ്യുന്ന പോർഷൻ എപ്പോഴും എന്താ സംഭവിക്കുക? കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുക. അപ്പം ഒരു വാക്സ് കത്തുന്ന സമയത്ത് അവിടെ ഫിസിക്കൽ ചേഞ്ചും നടക്കുന്നുണ്ട്, കെമിക്കൽ ചേഞ്ചും നടക്കുന്നുണ്ട്. രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത്? ബേണിംഗ് ഓഫ് കാൻഡിലില് സംഭവിക്കുന്നത്. ഓക്കെ, അതാണ് ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദി ചാപ്റ്റർ. നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു, നമ്മൾ പഠിച്ചു അല്ലെ. ചാപ്റ്റർ പഠിച്ചു. നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് നോക്കുമ്പോ എന്തൊക്കെയാ ഓർമ്മ വരുന്നത്? ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നാ ഓർക്കുന്നത്? ഇസ് മാറ്റർ അറൌണ്ട് അസ് പ്യുവർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാടാ പഠിച്ചത്? ഫസ്റ്റ് മാറ്ററിന്റെ ഡെഫിനിഷൻ, മാറ്റർ എന്താന്ന് പഠിച്ചു, മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു അല്ലെ. മാറ്റർ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു അല്ലെ. പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറും, പ്യുവർ സബ്സ്റ്റൻസിന് നമ്മള് എലമെന്റ്സും കോമ്പൗണ്ട്സ് ആയിട്ട് പഠിച്ചു. മിക്സ്ചേഴ്സിന് നമ്മള് ഹോമോജീനിയസ്, ഹോമോ മീൻസ് സെയിം അല്ലെ, ഹോമോജീനിയസ് മിക്സ്ചറും ഹെറ്ററോജീനിയസ് മിക്സ്ചറും ആയിട്ട് ക്ലാസിഫൈ ചെയ്തു അല്ലെ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? കൊളോയിഡ്സ്, സൊല്യൂഷൻ, സസ്പെൻഷൻ അല്ലെ. സൊല്യൂഷന്റെ അകത്ത് എന്താ നമ്മൾ പഠിച്ചത്? സൊല്യൂഷന്റെ അകത്ത് നമ്മൾ എന്താ പഠിച്ചത്? സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കാണാൻ പഠിച്ചു അല്ലെ. കോൺസെൻട്രേഷൻ പഠിച്ചു അല്ലെ. പിന്നെ നമ്മള് എന്താ പഠിച്ചത്? സസ്പെൻഷൻ പഠിച്ചു അല്ലെ. സസ്പെൻഷൻ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? കൊളോയിഡ്സ് പഠിച്ചു അല്ലെ. കൊളോയിഡ്സ് പഠിച്ചു. കൊളോയിഡ്സിനകത്ത് നമ്മള് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. പിന്നെ എന്താണ് പഠിച്ചത്? ടിൻഡാൽ എഫക്ട് പഠിച്ചു അല്ലെ. ടിൻഡാൽ എഫക്ട് എന്തായിരുന്നു? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് അല്ലെ. പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും, അതിന്റെ പാത്ത് വിസിബിൾ ആവും അല്ലെ. ടിൻഡാൽ എഫക്ട് പഠിച്ചു. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷനും സസ്പെൻഷനും കൊളോയിഡ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് സെപ്പറേഷൻ ടെക്നിക്സ് പഠിച്ചു അല്ലെ. മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻസ് പഠിച്ചു അല്ലെ. അതിനകത്ത് ഒരുപാട് മെത്തേഡ്സ് പഠിച്ചു. ഏതൊക്കെയാ പഠിച്ചത്? നിങ്ങളത് ചാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സെപ്പറേറ്റിംഗ് ഫണൽ പഠിച്ചു, ഡിസ്റ്റിലേഷൻ പഠിച്ചു, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പഠിച്ചു, സെൻട്രിഫ്യൂഗേഷൻ പഠിച്ചു, ക്രൊമാറ്റോഗ്രാഫി പഠിച്ചു, ഇവാപറേഷൻ പഠിച്ചു അല്ലെ, സബ്ലിമേഷൻ പഠിച്ചു. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു, ഇതൊക്കെ നിങ്ങൾ ഓർത്തുക. സെപ്പറേഷൻ ടെക്നിക്സ് അല്ലെ. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചേഞ്ചസ് പഠിച്ചു അല്ലെ. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച് പഠിച്ചു. എക്സാമ്പിൾ പഠിച്ചു. കാൻഡിൽ ബേണിംഗ് എന്ന് പറയുന്നത് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ആണ് അവിടെ നടക്കുന്നതെന്നും പഠിച്ചു. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുക, ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുക. എന്തെങ്കിലും അങ്ങനെ ക്ലിയർ ചെയ്ത് നിങ്ങൾ പഠിച്ച് പോവുക. ഒന്നും ഡൗട്ട് വെച്ചോണ്ടിരിക്കരുത്, ഒക്കെ ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, താങ്ക് യു.